بسم الله الرحمن الرحيم كتاب അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ അടിസ്ഥാനപരമായ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനും ആ വിഷയകമായ പരസ്പരമുള്ള സംവാദങ്ങൾക്ക് കളമൊരുക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഇതുപോലൊരു പ്രോഗ്രാം ഈ സായാഹ്നത്തിൽ നാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ മതമില്ലാത്തവനെന്നോ യുക്തിവാദിയെന്നോ കമ്മ്യൂണിസ്റ്റുകാരനെന്നോ വ്യത്യാസമില്ലാതെ മനുഷ്യ തറവാട്ടിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും. മനുഷ്യന്റെ അസ്തിത്വത്തിന് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ രണ്ട് ഭാഗങ്ങളുണ്ട്. മനുഷ്യൻ ശരീരമാണ് എന്നതോടൊപ്പം ആ ശരീരത്തിനകത്ത് സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുള്ള ആത്മാവ് കൂടിയാണ് എന്ന് നമുക്കറിയാം. ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളെക്കുറിച്ച് നമുക്കെല്ലാം ധാരണയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വിശപ്പ് പരിഹരിക്കുവാനും നമ്മുടെ ശരീരത്തിന്റെ ദാഹത്തിന് പരിഹാരമുണ്ടാക്കാനും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനും നമ്മുടെ ശരീരത്തെ സുഖസൗകര്യങ്ങളിലൂടെ കൊണ്ടുപോകാനുമെല്ലാം നമ്മളെപ്പോഴും പരിശ്രമിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച വിശദമായ അന്വേഷണങ്ങൾ നാം നടത്താറുമുണ്ട്. എന്നാൽ പലപ്പോഴും നാം മറന്നുപോകുന്ന ഒരു കാര്യം, നമ്മുടെ ശരീരത്തിനകത്തുള്ള നമ്മുടെ ആത്മാവിന്റെ ആവശ്യങ്ങൾ നാം പലപ്പോഴും പരിഗണിക്കാറില്ല എന്നതാണ്. നമ്മുടെ ആത്മാവിന് യഥാർത്ഥത്തിൽ അതിൻ്റെതായ വിശപ്പുണ്ട്, അതിൻ്റെതായ ദാഹങ്ങളും അതിൻ്റെതായ തേട്ടങ്ങളും അതിൻ്റെതായ ആകുലതകളുമുണ്ട്. ശരീരത്തിന് ആവശ്യങ്ങളുള്ളതുപോലെ നമ്മുടെ ശരീരത്തെ യഥാർത്ഥത്തിൽ ദീപ്തമാക്കുന്ന, ഉജ്ജ്വലമാക്കുന്ന, ശരീരത്തെ അർത്ഥവത്താക്കുന്ന, നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന, നമുക്ക് സവിശേഷമായ അസ്തിത്വം സമ്മാനിക്കുന്ന നമ്മുടെ ആത്മാവിനും അതിൻ്റെതായ വിശപ്പും ദാഹവും തേട്ടങ്ങളും ആകുലതകളും എല്ലാം ഉണ്ട് എന്നതാണ് സത്യം. ആ ആകുലതകൾ പക്ഷേ പലപ്പോഴും നമ്മളാരും പരിഗണിക്കാറില്ല. ആ ആകുലതകൾക്കുള്ള ഉത്തരം എവിടെ നിന്ന് കിട്ടും എന്ന് നമുക്ക് പലപ്പോഴും അറിയുകയുമില്ല. നമ്മുടെ ആത്മാവിന്റെ വിശപ്പടക്കാനും ആത്മാവിന്റെ തേട്ടങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യം പലപ്പോഴും നാം ആലോചിക്കാറുമില്ല. ഇവിടെയാണ് ഇതുപോലൊരു പ്രോഗ്രാം പ്രസക്തമാകുന്നത്. മനുഷ്യാത്മാവിന്റെ തേട്ടങ്ങൾക്ക്, അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക്, ആകുലതകൾക്ക് ആത്മാവിന്റെ വിശപ്പിന് ഉത്തരം നൽകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് മതങ്ങളും ദർശനങ്ങളുമെല്ലാം ചെയ്തത് എന്ന് നമുക്കറിയാം. ലോകത്ത് നിലവിലുള്ള വ്യത്യസ്ത തരം മതദർശനങ്ങൾ മനുഷ്യാത്മാവിന്റെ വിശപ്പിനുള്ള ഉത്തരങ്ങളാണ്, ദാഹത്തിനുള്ള ഉത്തരങ്ങളാണ്. മനുഷ്യാത്മാവ് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്
യഥാർത്ഥത്തിൽ മതദർശനങ്ങളും ഗ്രന്ഥങ്ങളുമെല്ലാം പ്രദാനം ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം, നാം എവിടെ നിന്ന് വന്നു എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സിനകത്ത് മുഴങ്ങുന്നുണ്ട്. നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സുകൾക്കകത്ത് സജീവമായി നിലനിൽക്കുന്നുണ്ട്. നാം എന്തിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന ചോദ്യം നമ്മുടെ എല്ലാം മനസ്സുകൾക്കകത്ത് നിരന്തരമായി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നിന്ന് വന്നു എന്നും എങ്ങോട്ട് പോകുന്നു എന്നും എന്തിനാണ് ജീവിക്കുന്നത് എന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുമുള്ള മനുഷ്യാസ്തിത്വത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയാണ് യഥാർത്ഥത്തിൽ മതങ്ങളും ദർശനങ്ങളുമെല്ലാം ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, പലപ്പോഴും ആത്മാവിന്റെ തേട്ടങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഈ അറിവുകൾ പരസ്പരം പങ്കുവെക്കുകയും പരസ്പരം ബോധ്യപ്പെടുത്തുകയും പരസ്പരം സംവദിക്കുകയും ആ വിഷയകമായ ആശയവിനിമയങ്ങൾക്ക് കളമൊരുക്കുകയും ചെയ്യുന്നതിന് പകരം പലപ്പോഴും മനുഷ്യർ ചെയ്യാറുള്ളത് ആത്മീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ദർശനങ്ങളുടെ ചുറ്റും വലിയ മതിലുകൾ കെട്ടുകയും ആ മതിലുകൾക്കകത്ത് നിന്ന് വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും അതിന്റെ പേരിൽ പരസ്പരം കലാപങ്ങളിലും സംഘർഷങ്ങളിലും ഏർപ്പെടുകയും ചോര ചിന്തുകയും ഭൂമുഖത്ത് അശാന്തി പടർത്തുകയുമാണ്. മനുഷ്യാത്മാവിന് ശാന്തി നൽകാൻ വേണ്ടി, മനുഷ്യാത്മാവിന്റെ ശാന്തിക്കു വേണ്ടിയുള്ള തേട്ടങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി നിലവിൽ വന്ന ദർശനങ്ങളും മതങ്ങളും ലോകത്ത് നിരന്തരമായ അശാന്തി പടർത്തുന്ന ദുരവസ്ഥ, വർഗീയ കലാപങ്ങളും വർഗീയ സംഘർഷങ്ങളും വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള വംശഹത്യകളും വർഗീയതയുടെ അടിസ്ഥാനത്തിലുള്ള കൊലവിളികളും വെല്ലുവിളികളുമെല്ലാം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ പ്രതിഭാസത്തിൽ നിന്ന് മാറി നടക്കാൻ കഴിയേണ്ടതുണ്ട്. മതങ്ങളും ആത്മീയ ദർശനങ്ങളുമെല്ലാം മനുഷ്യനെ സഹായിക്കാനുള്ളവയാണ്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളവയാണ്. ഞാൻ എവിടെ നിന്നാണ് വരുന്നത് എന്നും എങ്ങോട്ടാണ് പോകുന്നത് എന്നും എങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എന്നുമുള്ള മനുഷ്യാത്മാവിന്റെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന മതദർശനങ്ങൾ, ആ മതദർശനങ്ങൾ നമുക്ക് അറിയാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്, പരസ്പരം പങ്കുവെക്കാനുള്ളതാണ്, പരസ്പരം ബോധ്യപ്പെടുത്താനുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ദർശനത്തിന്റെയോ മതത്തിന്റെയോ പേരിൽ വാളെടുക്കുകയും വർഗീയ കലാപങ്ങൾക്കൊരുങ്ങുകയും തന്റെ സ്വന്തം ചോര സിരകളിലോടുന്ന സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തുകയും അതാണ് മതം എന്ന് ധരിച്ചു വശാവുകയും ചെയ്യുന്ന ഭ്രാന്തന്മാരെ നമ്മുടെ സമൂഹത്തിന്റെ പടിക്ക് പുറത്തു നിർത്തുകയും സ്നേഹപൂർവം ആത്മാവിനെയും ആത്മീയതയെയും മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥത്തെയും കുറിച്ച് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കുകയുമാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. അതുകൊണ്ടാണ് വ്യത്യസ്ത മതദർശനങ്ങൾ, വ്യത്യസ്ത വീക്ഷണങ്ങൾ, വ്യത്യസ്ത ആദർശ പ്രസ്ഥാനങ്ങൾ ആത്മാവിന്റെ വ്യത്യസ്ത തരം തേട്ടങ്ങളെ ഏത് രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത് എന്ന് തുറന്ന് ചർച്ച ചെയ്യുന്ന ഇത്തരം വേദികൾ നാം സംഘടിപ്പിക്കുന്നത്. മതഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ മതഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ഈ പ്രപഞ്ചത്തിലേക്ക് അവന്റെ കണ്ണുകൾ തുറന്നു വെക്കാനാണ്. അവന്റെ ചുറ്റുപാടുകളിലേക്ക്, പരിസരങ്ങളിലേക്ക്, സസ്യലതാദികളിലേക്ക്, ജീവജന്തുജാലങ്ങളിലേക്ക്, അവന്റെ സ്വന്തം ശരീരത്തിലേക്ക് കണ്ണുകൾ തുറന്നു വെക്കാനാണ് മതഗ്രന്ഥങ്ങൾ മനുഷ്യരോട് അടിസ്ഥാനപരമായി ആവശ്യപ്പെടുന്നത്. മതഗ്രന്ഥങ്ങൾ മനുഷ്യനോട് പറയുന്നു, മനുഷ്യ, നീ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ മതമില്ലാത്തവനോ എന്നതല്ല പ്രശ്നം. നീ ഒരു മനുഷ്യനാണ്. മനുഷ്യൻ എന്ന നിലക്ക് നിനക്കൊരു മസ്തിഷ്കമുണ്ട്. ആ മസ്തിഷ്കത്തിന്റെ ധർമ്മം ആലോചനയാണ്, ചിന്തയാണ്. ആ മസ്തിഷ്കം കൊണ്ട് നീ ആലോചിക്കേണ്ടത് കേവലം എങ്ങനെ പണമുണ്ടാക്കാമെന്ന് മാത്രമല്ല, എങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാമെന്ന് മാത്രമല്ല, എങ്ങനെ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാമെന്ന് മാത്രമല്ല, മറിച്ച് നിന്റെ മസ്തിഷ്കം കൊണ്ട് നീ അടിസ്ഥാനപരമായി നടത്തേണ്ട ചില ആലോചനകളുണ്ട്. ആ ആലോചനകൾ ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച ആലോചനകളാണ്. പ്രപഞ്ചത്തിലേക്ക് നോക്കണം നമ്മൾ. 10,000 കോടിയോളം ഗാലക്സികളാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ളത്. ഓരോ ഗാലക്സിയിലും 10,000 കോടിയോളം വരുന്ന നക്ഷത്രങ്ങൾ. ഈ നക്ഷത്രങ്ങളുടെ വലുപ്പം നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ്. നമ്മുടെ സൂര്യൻ യഥാർത്ഥത്തിൽ വളരെ ചെറിയൊരു നക്ഷത്രം മാത്രമാണ്. ആ സൂര്യന്റെ 10 മടങ്ങ് വലുപ്പമുള്ള ഭീമാകാരന്മാരായ 10,000 കോടിയോളം നക്ഷത്രങ്ങൾ മിൽക്കി വേ അഥവാ ക്ഷീരപഥം എന്ന് പറയുന്ന നമ്മുടെ ഈ ഗാലക്സിയിൽ മാത്രമുണ്ട്. അത്തരത്തിലുള്ള 10,000 കോടിയോളം ഗാലക്സികൾ നാം കണ്ടെത്തിയിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള പ്രപഞ്ചത്തിനകത്തുണ്ട് താനും. ഈ ഗാലക്സികളിൽ ഒരു ഗാലക്സി മാത്രമായ മിൽക്കി വേയിൽ ഉള്ള കോടിക്കണക്കിന് നക്ഷത്രങ്ങളിലെ കേവലം ഒരു നക്ഷത്രം മാത്രമാണ് സൂര്യൻ എന്നും ആ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന 8ൽ കുറയാത്ത ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹം മാത്രമാണ് ഭൂമി എന്നും
ആ ഭൂമിയിൽ നിവസിക്കുന്ന കോടിക്കണക്കിന് ജീവജാലങ്ങളിലെ ഒരു ജീവി വർഗം മാത്രമാണ് മനുഷ്യനെന്നും ആ മനുഷ്യൻ എന്ന ജീവിവർഗത്തിലെ കോടിക്കണക്കിന് ആളുകളിലെ ഒരു അംഗം മാത്രമാണ് ഞാനും നിങ്ങളും എന്നും എല്ലാവർക്കും അറിയാം. ഇവിടെ ഈ നക്ഷത്രങ്ങളെ കുറിച്ച്, ഗാലക്സികളെ കുറിച്ച്, ആകാശഗോളങ്ങളെ കുറിച്ച്, ഗ്രഹങ്ങളെ കുറിച്ച്, ഉപഗ്രഹങ്ങളെ കുറിച്ച്, വാൽനക്ഷത്രങ്ങളെ കുറിച്ച്, ക്ഷുദ്രഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആരാണ് ഇവയെ മുഴുവൻ സൃഷ്ടിച്ചത്? എങ്ങനെയാണ് ഇവ നിലവിൽ വന്നത്? എങ്ങനെയാണ് യാതൊരു താളഭംഗവുമില്ലാതെ പ്രപഞ്ചം മുന്നോട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നത്? നിരന്തരമായ വേഗതയിൽ അതിശീഘ്രം ചലിച്ചുകൊണ്ടിരിക്കുന്ന അനേകം ഗ്രഹങ്ങളെ ഉൾക്കൊള്ളുന്ന, അനേകം ഗോളങ്ങളെ ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചം ഒരു കൂട്ടിമുട്ടലില്ലാതെ, ഒരു തകരാറില്ലാതെ, ഒരു തകർച്ചയെ നേരിടാതെ കൃത്യമായി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? അതിന് പിന്നിലുള്ള ആസൂത്രണം ആരുടേതാണ്? അതിന് പിന്നിലുള്ള സംവിധാനം ആരുടേതാണ്? ജീവലോകത്തേക്ക് കടന്നു വന്നാൽ ജീവൻ എന്ന പ്രതിഭാസം വലിയൊരു അത്ഭുതമാണ് എന്ന് നമുക്കറിയാം. ആ അത്ഭുതത്തിന് മുന്നിൽ തലകുനിച്ച് നിൽക്കാനേ നമുക്ക് കഴിയൂ. ജീവകോശം കേവലം ഏകകോശ ജീവികളായ അമീബ മുതൽക്ക് ഭീമാകാരന്മാരായ നീലത്തിമീങ്കലങ്ങളും ദിനോസറുകളും വരെ ജീവിച്ചുപോയൊരു ഭൂമിയാണ് നമ്മുടേത്. നമുക്കിവിടെ ചോദിക്കാൻ കഴിയണം, എങ്ങനെയാണ് ജീവൻ എന്ന പ്രതിഭാസം ഉണ്ടായത്? ആരാണ് ജീവൻ സൃഷ്ടിച്ചത്? എങ്ങനെയാണ് വ്യത്യസ്ത ജീവജാലങ്ങൾ ഉണ്ടായത്? എങ്ങനെയാണ് അമീബ മുതൽ നീലത്തിമീങ്കലം വരെയുള്ള ഏകകോശ ജീവികൾ മുതൽ ഭീമാകാരന്മാരായ ജീവി വർഗങ്ങൾ വരെ ഭൂമുഖത്ത് നിലവിൽ വന്നത് എങ്ങനെയാണ്? അവയുടെ അത്ഭുതകരങ്ങളായ ശരീരങ്ങൾ ആസൂത്രണം ചെയ്തത് ആരാണ്? സൃഷ്ടിച്ചത് ആരാണ്? പടച്ചതാരാണ്? അവിടെയും അവസാനിപ്പിക്കേണ്ടതില്ല ചോദ്യങ്ങൾ. നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നാം കടന്നു വരിക. നമ്മുടെ ശരീരം അത്ഭുതകരമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും അത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിലെ കേവലം ഒരു കോശത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ പോലും, സംസാരിക്കണമെങ്കിൽ പോലും ദിവസങ്ങൾ വേണ്ടിവരും. ഒരു ജീവകോശം, മനുഷ്യ ശരീരത്തിലെ ഒരു കോശം യഥാർത്ഥത്തിൽ ഒരു ഫാക്ടറിയെ പോലെയാണ്. ഒരു ഫാക്ടറിക്കകത്ത് നടക്കുന്ന എത്രയും പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായ തലത്തിൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു കോശത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒരു ജീവകോശം നിലവിൽ വന്നത്? മനുഷ്യ ശരീരത്തിന്റെ ഒരു കോശം നിലവിൽ വന്നത് ഒരു കോശമല്ല, കോടിക്കണക്കിന് കോശങ്ങളാണ് നമ്മുടെ ശരീരമാകുന്നത് എന്ന് നമുക്കറിയാം. അത്ഭുതകരമായ നമ്മുടെ ഹൃദയം, അത്ഭുതകരമായ നമ്മുടെ ദഹന വ്യവസ്ഥ, അത്ഭുതകരമായ നമ്മുടെ ശ്വസന വ്യവസ്ഥ, അത്ഭുതകരമായ നമ്മുടെ രക്തചംക്രമണ വ്യവസ്ഥ, അത്ഭുതകരമായ ഒരുപാട് വ്യവസ്ഥ, നമ്മുടെ നാഡീ വ്യവസ്ഥ, നമ്മുടെ ഹോർമോൺ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ശരീരം മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പൂർണ്ണത പ്രാപിച്ച നിലയിൽ പുറത്തു വരുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഈ ശരീരത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ മുഴുവൻ വായുവും വെള്ളവും മഴയും വെളിച്ചവും കാറ്റുമടക്കം ഈ ഭൂമിയിൽ സംവിധാനിക്കപ്പെടുന്നത്? ആരാണ് ഇതിന് പിന്നിലുള്ള ആസൂത്രകൻ എന്ന ചോദ്യം എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളോട് അടിസ്ഥാനപരമായി ചോദിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ യാദൃച്ഛികമായി രൂപം കൊണ്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സമ്മതിക്കുകയില്ല. എങ്കിൽ കമ്പ്യൂട്ടറിനേക്കാൾ ആസൂത്രണം ആവശ്യമുള്ള, കമ്പ്യൂട്ടറിനേക്കാൾ സങ്കീർണമായ ഘടനയുള്ള നമ്മുടെയെല്ലാം തലയോട്ടിക്കകത്തുള്ള മസ്തിഷ്കം എന്ന കമ്പ്യൂട്ടർ എങ്ങനെയാണ് യാദൃച്ഛികമായി രൂപം കൊണ്ടത് എന്ന ചോദ്യത്തിന് ആരും ഉത്തരം പറയാറില്ല. ഒരു ക്യാമറ യാദൃച്ഛികമായി രൂപം കൊള്ളുകയില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പിന്നെ ക്യാമറയേക്കാൾ സങ്കീർണമായ നമ്മുടെ കണ്ണുകൾ എങ്ങനെയാണ് യാദൃച്ഛികമായി രൂപം കൊണ്ടത് എന്ന ചോദ്യത്തിന് ആരും ഉത്തരം പറയാറില്ല. ഒരു ഹെലികോപ്റ്റർ യാദൃച്ഛികമായി രൂപം കൊള്ളുകയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമുഖത്ത് പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന തുമ്പികൾ മുഴുവൻ യാദൃച്ഛികമായി രൂപം കൊണ്ടത് എന്ന ചോദ്യത്തിന് ഇന്നേ വരെ ആരും ഉത്തരം പറഞ്ഞു കണ്ടിട്ടില്ല. നമുക്ക് പലപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമായി ഡാർവിൻ എന്ന മനുഷ്യന്റെ ചിത്രവും അദ്ദേഹം അവതരിപ്പിച്ച പരിണാമ സിദ്ധാന്തവും നമ്മുടെ എല്ലാം മനസ്സുകൾക്കകത്തേക്ക് ഓടി വരാറുണ്ട്. ഡാർവിന്റെ സിദ്ധാന്തം വളരെ സമർത്ഥമായി പ്രചരിപ്പിക്കപ്പെടുകയും പൊതുസമൂഹത്തിന്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയും പാഠപുസ്തകങ്ങളിലൂടെ വിതരണം ചെയ്യപ്പെടുകയും അതൊരു സത്യമാണ് എന്ന ധാരണ വേരുറക്കുകയും ചെയ്ത ഒരു പ്രദേശമാണ് കേരളം. കേരളീയ നവോത്ഥാനത്തിന്റെ സവിശേഷമായ പ്രത്യേകതകൾ കാരണം നാം ഇവിടെ നടത്തിയ സാമൂഹ്യ ബോധവൽക്കരണ പരിപാടികളുടെ പ്രധാനപ്പെട്ട ഒരു ഇനം തന്നെ ഡാർവിൻ അവതരിപ്പിച്ച പരിണാമ സിദ്ധാന്തത്തെ സമൂഹത്തിലേക്ക് സംപ്രേഷണം ചെയ്യുകയായിരുന്നു. പക്ഷേ ഡാർവിൻ ഒരു സിദ്ധാന്തം അവതരിപ്പിച്ചു എന്നതല്ലാതെ, ആ സിദ്ധാന്തത്തിന്റെ പേരിൽ ഒരുപാട് ചിത്രങ്ങൾ അച്ചടിക്കപ്പെട്ടു എന്നതല്ലാതെ, അതിന്റെ പേരിൽ കുരങ്ങന്റെയും മനുഷ്യന്റെയും ഇഴജന്തുക്കളുടെയും എല്ലാം വർണ്ണമനോഹരമായ ചിത്രങ്ങൾ അടിക്കപ്പെട്ട പുസ്തകങ്ങൾ പുറത്തിറങ്ങി എന്നതല്ലാതെ ഇതുവരെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിവർഗം എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്ന് വിശദീകരിക്കുവാൻ ആർക്കും സാധ്യമായിട്ടില്ല എന്നതാണ് സത്യം. ലോകത്തിലെ 10,000-കണക്കിന് ജീവിവർഗങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പോയിട്ട് ഒരു ജീവിവർഗത്തിന്റെയെങ്കിലും,
ഒരു ജീവിവർഗത്തിന്റെയെങ്കിലും ഉത്ഭവവും പരിണാമവും എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുവാൻ ഇതുവരെ ഡാർവിന്റെ സിദ്ധാന്തത്തിന് കഴിഞ്ഞിട്ടില്ല. ഫോസിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലും കഴിഞ്ഞിട്ടില്ല. ഡാർവിന്റെ കാലഘട്ടത്തിന് ശേഷം ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന നിയോ ഡാർവിനിസ്റ്റുകൾ അവതരിപ്പിക്കുന്ന വ്യത്യസ്ത തെളിവുകൾക്കൊന്നിനും തന്നെ ഒരു ജീവിവർഗത്തിന്റെ പോലും ഉത്ഭവം ശാസ്ത്രീയമായി വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ജീവിവർഗത്തിന്റേത് വേണ്ട, കേവലം ഒരു ജീവകോശം പോലും എങ്ങനെയാണ് യാദൃച്ഛികമായി നിർജീവ വസ്തുക്കളിൽ നിന്ന് പരിണമിച്ചുണ്ടായത് എന്ന് വിശദീകരിക്കുവാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ ഈ ജീവിവർഗങ്ങൾ, ഈ ആകാശഗോളങ്ങൾ, നമ്മുടെ പ്രപഞ്ചത്തിലെ വ്യത്യസ്ത തരം പ്രതിഭാസങ്ങൾ, അവക്ക് പിന്നിൽ ഒരു ആസൂത്രകനെ തേടുന്നുണ്ട്, ഒരു സംവിധായകനെ തേടുന്നുണ്ട്. പ്രപഞ്ച പ്രതിഭാസങ്ങളിലേക്ക് കണ്ണു തുറന്ന് പിടിക്കുന്നവർക്ക് മുഴുവൻ ആ സംവിധായകനെ കുറിച്ച് ബോധ്യപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 88-ാമത്തെ അധ്യായം സൂറത്തുൽ ഗാശിയയിലെ 17 മുതൽ 20 വരെയുള്ള വചനങ്ങൾ. അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വൈലസ് സമാഇ കൈഫ റുഫിയത് വൈലൽ ജിബാലി കൈഫ നുസിബത് വൈലൽ അർളി കൈഫ സുതിഹത്. മനുഷ്യ, നീ നോക്കുന്നില്ലേ എങ്ങനെയാണ് ആ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്, എങ്ങനെയാണ് ആകാശം ഉയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്, എങ്ങനെയാണ് പർവ്വതങ്ങൾ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നത് എന്ന്, എങ്ങനെയാണ് ഭൂമി നിങ്ങൾക്ക് വേണ്ടി വിധാനിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിൽ, ആകാശം ഉയർത്തിവെക്കപ്പെട്ടതിൽ, ഇതുപോലെ ഭൂമി വിധാനിക്കപ്പെട്ടതിൽ, പർവ്വതങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ നാട്ടി നിർത്തപ്പെട്ടതിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നും ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നവർക്ക് അവക്ക് പിന്നിലെ സ്രഷ്ടാവിന്റെ മഹാ അസ്തിത്വത്തെ കുറിച്ച് ബോധ്യപ്പെടുമെന്നും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. ഈ സ്രഷ്ടാവിനെ കുറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളും സംസാരിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. ആ സ്രഷ്ടാവിന്റെ സൃഷ്ടിയാണ് മനുഷ്യർ എന്ന വസ്തുത എല്ലാ മതഗ്രന്ഥങ്ങളും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. സ്രഷ്ടാവിനെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ കുറിച്ച് മതങ്ങളെല്ലാം സംസാരിക്കുന്നു എന്ന് നമുക്കറിയാം. 33 കോടി ദൈവങ്ങളെ കുറിച്ച് സംസാരിച്ച ദർശനങ്ങളുണ്ട്. നമുക്കകത്ത് തന്നെ ദൈവത്തിന്റെ ചൈതന്യമുണ്ട് എന്ന് പറഞ്ഞ ദർശനങ്ങളുണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച ദർശനങ്ങളുണ്ട്. തത്വമസി, നീയും ദൈവം തന്നെയാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ച ദർശനങ്ങളുണ്ട്. പ്രപഞ്ചത്തിലെ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ പാമ്പ് വരെയുള്ള സകല വസ്തുക്കളിലും ദൈവത്തിന്റെ സാന്നിധ്യം നിലനിൽക്കുന്നു എന്ന് വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ദർശനങ്ങളുണ്ട്. പക്ഷേ ആ ദർശനങ്ങളൊക്കെയും അനേക കോടി ദൈവങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ, അനേകായിരം ഈശ്വരന്മാരെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ, ഈശ്വരന്മാരും ദൈവങ്ങളുമായി സങ്കല്പിക്കപ്പെട്ടവർക്ക് മുകളിൽ, അവർക്കെല്ലാം മുകളിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തെ സംവിധാനിക്കുന്ന, പ്രപഞ്ചാതീതനായ, പദാർത്ഥാതീതനായ മഹാ ആസൂത്രകനെ കുറിച്ച്, പ്രപഞ്ചത്തിന്റെ സാക്ഷാൽ നാഥനെ കുറിച്ച്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ ഉപനിഷത്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപനിഷത്താണ് ശ്വേതശതരോപനിഷത്ത്. ശ്വേതശതരോപനിഷത്തിലെ 6-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനത്തിൽ നാം വായിക്കുക, തമീശ്വരാണം പരമം മഹേശ്വരം താം ദേവദാനാം പരമം ചദൈവതം പതിം പദീനാം പരമം പരസ്താദ് വിധാമ ദേവം ഭുവനേശമീഡ്യം എന്നാണ്. എല്ലാ ഈശ്വരന്മാർക്കും മുകളിൽ, എല്ലാ ഐശ്വര്യദായകർക്കും മുകളിൽ പരമമായ ഐശ്വര്യദാതാവായി പ്രപഞ്ചനാഥനുണ്ട്. എല്ലാ ദേവന്മാർക്കും മുകളിൽ യഥാർത്ഥത്തിലുള്ള ദൈവമായി പ്രപഞ്ചത്തിന്റെ നാഥനുണ്ട്. എല്ലാ രക്ഷാധികാരികൾക്കും മുകളിൽ പരമനായ രക്ഷാധികാരിയായി പ്രപഞ്ച സൃഷ്ടാവുണ്ട്. ഇതുപോലെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അപ്പുറത്ത് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സംവിധാനിച്ച നമ്മുടെ എല്ലാം നാഥനുണ്ട്. നമ്മൾക്കെല്ലാം ആലോചിക്കാൻ കഴിയുന്ന ഉയരത്തിനും അപ്പുറത്ത്, അത്യുന്നതനായി നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്ത് ആ പ്രപഞ്ച സൃഷ്ടാവുണ്ട്, പ്രപഞ്ചനാഥനുണ്ട് എന്ന വസ്തുത ശ്വേതശതരോപനിഷത്ത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഈ പ്രപഞ്ചനാഥൻ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച, നമുക്ക് ജീവൻ നൽകിയ, നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങൾ മുഴുവൻ നൽകിയ ആ പ്രപഞ്ച സൃഷ്ടാവ് ഏകനാണ് എന്ന വസ്തുത, അദ്വിതീയനാണ് എന്ന വസ്തുത മതഗ്രന്ഥങ്ങൾ ഇതേ സ്വരത്തിൽ തന്നെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭാരതീയ വേദോപനിഷത്തുക്കളിലേക്ക് കടന്നു ചെന്നാൽ ഈ ആശയം നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ഒരു ആശയമാണ്. എല്ലാവർക്കും സുപരിചിതമായ ഭാരതീയ ദർശനങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നവർക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നിയിട്ടുള്ള മഹാനിർവഹണ സ്തോത്രം നമുക്കെല്ലാം കേട്ടു പരിചയമുണ്ട്. ത്വമേകം വരേണ്യം ത്വമേകം ശരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം
ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ഇവിടെ പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ച്, പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ച്, പരമോന്നതനായ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് മഹാനിർവഹണ സ്തോത്രം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ള പദം ത്വമേകം എന്ന പദമാണ്. ത്വമേകം എന്ന സംസ്കൃത പദത്തിനർത്ഥം ഏകമെന്നും അദ്വിതീയമെന്നുമാണ്. സമ്പൂർണാർത്ഥത്തിൽ ഏകനും അദ്വിതീയനുമാണ് പ്രപഞ്ച സൃഷ്ടാവെന്ന്, പ്രപഞ്ചനാഥൻ എന്ന വസ്തുത ഇവിടെ വളരെ കൃത്യമായി മഹാനിർവഹണ സ്തോത്രം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഭാരതീയ വേദോപനിഷത്തുക്കളുടെ മാത്രം കാര്യമല്ല. തീർച്ചയായും ഇസ്രായേൽ സമൂഹത്തിലേക്ക് ദൈവത്തിന്റെ സന്ദേശവുമായി കടന്നു വന്ന പ്രവാചകന്മാരും ഇതേ കാര്യം തന്നെയാണ് പഠിപ്പിച്ചത്. ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരിൽ ഏറ്റവും പ്രമുഖനായ പ്രവാചകന്മാരിൽ ഒരാളായ മോശെ പ്രവാചകൻ ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞതായി ആവർത്തന പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനത്തിൽ നാം വായിക്കുക, അല്ലയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആ ഏക കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക എന്ന് മോശെ പ്രവാചകൻ ഇസ്രായേൽ സമൂഹത്തെ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇതേ കാര്യം മോശെ പ്രവാചകൻ പഠിപ്പിച്ച കാര്യം യേശുക്രിസ്തു പുതിയ നിയമത്തിൽ ആവർത്തിക്കുന്നുണ്ട്. യേശുക്രിസ്തു മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിൽ 29-30 വചനങ്ങളിൽ മോശെ പഠിപ്പിച്ച കൽപ്പന അതേപോലെ എടുത്തുദ്ധരിക്കുന്നതായി മാർക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു യേശു പറഞ്ഞു, പരമപ്രധാനമായ കൽപ്പന ഇതാണ്. മോശെ പ്രവാചകൻ ബനൂ ഇസ്രായേലിനെ പഠിപ്പിച്ച കൽപ്പന ഏതാണോ ആ കൽപ്പന തന്നെയാണ് പരമപ്രധാനമായ കൽപ്പന. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആ ഏക കർത്താവിനെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക എന്ന് യേശുക്രിസ്തു തന്നെ അനുയായികളെ പഠിപ്പിച്ചു. ഇവിടെ പ്രപഞ്ച സൃഷ്ടാവായ, പ്രപഞ്ചനാഥനായ, നമ്മുടെ എല്ലാം സംരക്ഷകനായ പരമോന്നതനായ ദൈവം ഏകനാണ്, അദ്വിതീയനാണ്, രണ്ടാമതൊരാളില്ല എന്ന സത്യം മോശയും യേശുവും ഭാരതീയ വേദോപനിഷത്തുക്കളുമെല്ലാം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. പരിശുദ്ധ ഖുർആനാകട്ടെ വളരെ കൃത്യമായി സ്പഷ്ടമായി ദൈവത്തിന്റെ ഏകത്വം വിളംബരം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്, പ്രഖ്യാപിക്കുക, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു സമ്പൂർണാർത്ഥത്തിൽ ഏകനാണ്. അല്ലാഹു സമദ്, അവൻ ആരെയും ആശ്രയിക്കുന്നില്ല, ആരുടെയും ആശ്രയം അവൻ ആവശ്യമില്ല. എന്നാൽ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും, പ്രപഞ്ചത്തിലെ സകലതും, ജീവനുള്ളതും ഇല്ലാത്തതുമായ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ആ പ്രപഞ്ചനാഥനെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ലം യലിദ് വലം യൂലദ്, അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവൻ പിതാവല്ല, അവൻ പുത്രനല്ല, അവൻ എന്നെന്നും ഉള്ളവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെയില്ല. ദൈവത്തിന് സമശീർഷരില്ല, ദൈവത്തിന് പ്രതിപുരുഷന്മാരില്ല, ദൈവത്തിന് അവതാരങ്ങളില്ല, ദൈവത്തിന് സമന്മാരില്ല, ദൈവത്തെ പോലെ മറ്റാരുമില്ല. ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതൊന്നും ദൈവമല്ല, പ്രപഞ്ചനാഥനല്ല, പ്രപഞ്ച സൃഷ്ടാവല്ല. പ്രപഞ്ച സൃഷ്ടാവ് എല്ലാത്തിനും അതീതമായി, പ്രപഞ്ചാതീതനായി, പദാർത്ഥാതീതനായി നിലകൊള്ളുന്ന ഒരു അസ്തിത്വമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. ഇവിടെ എല്ലാ ദർശനങ്ങളുടെയും അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പ്രപഞ്ച സൃഷ്ടാവ് ഏകനാണ് എന്ന വസ്തുത നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. പ്രപഞ്ച സൃഷ്ടാവ് ഏകനാണ്. ആ ഏകനായ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചതാണ് നമ്മളെ എല്ലാവരെയും. ഇവിടെ നമ്മുടെ ആത്മാവിന്റെ 1-ാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണ്. എവിടെ നിന്നാണ് ഞാൻ വരുന്നത്? നമ്മളെല്ലാവരും വരുന്നത് പ്രപഞ്ചനാഥന്റെ അടുക്കൽ നിന്നാണ്, പ്രപഞ്ച സൃഷ്ടാവിന്റെ അടുക്കൽ നിന്നാണ്. പ്രപഞ്ച സൃഷ്ടാവ് സവിശേഷമായ ലക്ഷ്യത്തോടുകൂടി സൃഷ്ടിച്ചു വിട്ടതാണ് നമ്മളെ ഈ ഭൂമുഖത്തേക്ക്. ഈ ഭൂമുഖത്ത് തിന്നും കുടിച്ചും രസിച്ചും മതിച്ചും കഴിയുന്നതിനിടക്ക് നമ്മുടെ ആത്മാവ് നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന 1-ാമത്തെ ചോദ്യമുണ്ടല്ലോ, എവിടെ നിന്നാണ് ഞാൻ വരുന്നത് എന്ന ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം മതഗ്രന്ഥങ്ങൾ നൽകുന്നു. മനുഷ്യ, നിന്നെ പ്രപഞ്ച സൃഷ്ടാവ് പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ആ പ്രപഞ്ചനാഥൻ സമ്പൂർണാർത്ഥത്തിൽ ഏകനാണ്, സമ്പൂർണാർത്ഥത്തിൽ അദ്വിതീയനാണ്, സമ്പൂർണമായ അർത്ഥത്തിൽ അത്യുന്നതനാണ്. അവൻ പ്രപഞ്ചാതീതനാണ്, അവൻ പദാർത്ഥാതീതനാണ്. ആ പ്രപഞ്ച സൃഷ്ടാവിനെ ഇവിടെ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ പ്രപഞ്ച സൃഷ്ടാവിന് പ്രതിശീർഷരില്ല, പ്രതിമാനുഷരില്ല. ആ പ്രപഞ്ച സൃഷ്ടാവിന് അവതാരങ്ങളോ സമന്മാരോ ഇല്ല. മറിച്ച് സമ്പൂർണ്ണ
സമ്പൂർണാർത്ഥത്തിൽ അദ്വിതീയനായ നമ്മുടെ എല്ലാം അന്വേഷണങ്ങളുടെ പരിധിക്ക് പുറത്തു നിൽക്കുന്ന ഒരു മഹാ അസ്തിത്വമാണ് പ്രപഞ്ചനാഥൻ എന്നും ആ പ്രപഞ്ചനാഥൻ സവിശേഷമായ ലക്ഷ്യങ്ങളോടുകൂടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് മനുഷ്യർ എന്നും വേദഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യരോട് അടിസ്ഥാനപരമായി പറയുന്നു. ഇവിടെ പക്ഷേ ആത്മാവിന്റെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല. നാം വരുന്നത് പ്രപഞ്ചനാഥനിൽ നിന്നാണെങ്കിൽ നാം പോകുന്നത് എങ്ങോട്ടാണ് എന്ന ചോദ്യം അതിനേക്കാൾ പ്രസക്തമാണ്. ആ ചോദ്യത്തിന് പക്ഷേ സവിശേഷമായ ഒരുപാട് തലങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഹിന്ദുവിനെ സൃഷ്ടിച്ചത് ആരാണ്? പ്രപഞ്ചനാഥൻ. ക്രിസ്ത്യാനിയെ സൃഷ്ടിച്ചത് ആരാണ്? പ്രപഞ്ചനാഥൻ. മുസ്ലിമിനെ സൃഷ്ടിച്ചത് ആരാണ്? പ്രപഞ്ചനാഥൻ. ആരാണ് മതമില്ലാത്തവനെയും യുക്തിവാദിയെയും കമ്മ്യൂണിസ്റ്റിനെയും സൃഷ്ടിച്ചത്? പ്രപഞ്ചനാഥൻ. നമ്മുടെ എല്ലാം സിരകളിലൂടെ ഒഴുകുന്ന ചോരയൊന്നാണ്, നാം എല്ലാം ശ്വസിക്കുന്ന വായു ഒന്നാണ്, നാം എല്ലാം കുടിക്കുന്ന വെള്ളം ഒന്നാണ്. അങ്ങനെയെങ്കിൽ നാം എല്ലാം ഒരേ സ്ഥലത്ത് നിന്ന് വന്നവരാണെങ്കിൽ, നമുക്കെല്ലാം പ്രപഞ്ചനാഥൻ നൽകിയത് ഒരേ ശരീരമാണെങ്കിൽ, നമുക്കെല്ലാം ദൈവം തമ്പുരാൻ നൽകിയത് ഒരേ ഭൂമിയാണെങ്കിൽ, നമുക്ക് പോകേണ്ട ലക്ഷ്യസ്ഥാനവും ഒന്നായിരിക്കില്ലേ എന്ന ചോദ്യം. നാം ഒരേ സ്ഥലത്ത് നിന്ന് വന്നവർ, ഒരേ തറവാട്ടിൽപ്പെട്ടവർ, ഒരേ സവിശേഷതകൾ ഉള്ളവർ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മാവ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാം പോകുന്ന ഇടം തീർച്ചയായും ഒന്നായിരിക്കും. അതെവിടെയാണ്? എങ്ങോട്ടാണ് നാം പോകുന്നത്? മനുഷ്യാത്മാവിന് മരണത്തിന് ശേഷം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? മനുഷ്യരെ എന്നും മതിച്ചുകൊണ്ടിരുന്നിട്ടുള്ള ഏറെ പ്രസക്തമായൊരു ചോദ്യം, മരണത്തോടുകൂടി മനുഷ്യ ജീവിതം അവസാനിക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ആണ് എന്ന് പറയാൻ ശ്രമിച്ചവർ തീർച്ചയായും ഉണ്ട്. ഭൗതികവാദ ദർശനങ്ങളുടെ വക്താക്കൾ, അതിനെ സിദ്ധാന്തവൽക്കരിക്കാൻ പരിശ്രമിച്ചവർ മരണത്തോടുകൂടി മനുഷ്യ ജീവിതം അവസാനിക്കുന്നു എന്നും അവൻ മരിച്ചു മണ്ണായി തീരുന്നു എന്നും അതോടുകൂടി ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ അനുഭവങ്ങൾക്ക് വിരാമമാകുന്നു എന്നും മരണത്തിന് ശേഷം യാതൊന്നുമില്ല എന്നും സിദ്ധാന്തവൽക്കരിക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ സിദ്ധാന്തവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നവരടക്കം യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ മരണാനന്തരം ഒരു ജീവിതത്തെ തേടുന്നുണ്ട് എന്നതാണ് വസ്തുത. നാം നമ്മുടെ ശരീരത്തെ കുറിച്ച് ആലോചിക്കുക. നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരുപാട് മൂലകങ്ങൾ കൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൽ ലഭ്യമായ ഒരുപാട് മൂലകങ്ങൾ, ആ മൂലകങ്ങളാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളടക്കം. നാം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് കേവലം 60-70 വർഷങ്ങൾ മാത്രമാണ്. 60-70 വർഷങ്ങൾ ജീവിച്ച ശേഷം നാം മരിച്ചു മണ്ണായി പോകുന്നു. നമ്മുടെ ശരീരത്തിലെ മൂലകങ്ങൾ മണ്ണിൽ ചേരുന്നു. പക്ഷേ ഒന്നോർക്കണം, നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്ന മൂലകങ്ങൾ അപ്പോഴും പ്രപഞ്ചത്തിൽ അവശേഷിക്കുന്നുണ്ട്. നമ്മുടെ മരണത്തിന് ശേഷവും നമ്മുടെ ശരീരം നിർമ്മിക്കാൻ ഉപയോഗിച്ച മൂലകങ്ങൾ പ്രപഞ്ചത്തിൽ അതേപോലെ അവശേഷിക്കുന്നു, നശിക്കാതെ അവശേഷിക്കുന്നു, പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നു. ആലോചിച്ചു നോക്കൂ. ബുദ്ധിയില്ലാത്ത, വിവേചന ശക്തിയില്ലാത്ത, പ്രത്യേകിച്ച് പ്രപഞ്ചത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത കേവലം അചേതന വസ്തുക്കളായ നമ്മുടെ ശരീരം നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന മൂലകങ്ങൾ നമ്മുടെ മരണത്തിന് ശേഷവും പ്രപഞ്ചത്തിൽ അതേപോലെ നിലനിൽക്കുന്നു. എന്നാൽ ചരിത്രത്തിൽ ഇടപെടാൻ കഴിയുന്ന, ചരിത്രം തിരുത്താൻ കഴിയുന്ന, ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന, വളരെ ശക്തമായി പ്രപഞ്ചത്തിൽ ഇടപെടാനും പരിസ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും കഴിയുന്ന മനുഷ്യൻ എന്ന സവിശേഷമായ അസ്തിത്വത്തിന്റെ ജീവിതം 60-70 വർഷങ്ങൾ കൊണ്ട് അവസാനിക്കുന്നു. ഒരു നാൾ പൊടുന്നനെ ഭൂമുഖത്തേക്ക് കടന്നു വന്ന് ഹ്രസ്വമായ ഒരു കാലയളവിന് ശേഷം അവൻ ഭൂമുഖത്തിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു. ആ അപ്രത്യക്ഷനായതിനു ശേഷം അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട യാതൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുമാത്രം യുക്തിവിരുദ്ധമാണ് എന്ന് ആലോചിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരകൃത്യങ്ങൾ നമുക്കെല്ലാം വായിക്കാൻ കഴിയാത്തതാണ് എന്ന് നമുക്കറിയാം. ചരിത്രത്തിൽ ഒരുപാട് നടക്കുന്ന ക്രൂരകൃത്യങ്ങളെ കുറിച്ച് നാം വായിച്ചിട്ടുണ്ട്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് വർഷിച്ചവരെ കുറിച്ച്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതന്മാരെ പീഡിപ്പിച്ചു കൊന്ന ഹിറ്റ്ലറെ കുറിച്ച്, ഒടുവിൽ തന്റെ അരിശം തീരാഞ്ഞിട്ട് തന്റെ റൂമിലെ പേപ്പർ വെയിറ്റ് ആയി ജൂതന്മാരുടെ തലയോട്ടി ഉപയോഗിച്ച ഹിറ്റ്ലർ എന്ന ക്രൂരനായ ഏകഛത്രാധിപതിയെ കുറിച്ച്, പ്രകൃതി വിഭവങ്ങളുടെ കൊള്ളക്ക് വേണ്ടി അധിനിവേശങ്ങൾ സംഘടിപ്പിച്ച കൊളോണിയൽ ശക്തികളെ കുറിച്ച്, അതുപോലെ ഇപ്പോഴും വ്യത്യസ്ത നാടുകളിലേക്ക് അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോക പോലീസിനെയും ശിങ്കിടികളെയും കുറിച്ച്, ഏജന്റ് ഓറഞ്ച് പോലുള്ള മാരകമായ വിഷപദാർത്ഥങ്ങൾ ഭൂമുഖത്തേക്ക് തളിച്ച് മനുഷ്യരെ നിത്യരോഗികളാക്കി മാറ്റിയ സാമ്രാജ്യത്വ ശക്തികളെ കുറിച്ച്, ഇതുപോലെ കൊള്ളക്കാരെ കുറിച്ച്, കവർച്ചക്കാരെ കുറിച്ച്, കൊലപാതകികളെ കുറിച്ച്, ഭീകരവാദികളെ കുറിച്ച്, ചാവേർ സ്ഫോടനത്തിന്റെ ആളുകളെ കുറിച്ച്, മനുഷ്യജീവൻ കൊണ്ട് പന്താടുന്നവരെ കുറിച്ച്, അധോലോക സംഘങ്ങളെ കുറിച്ച് നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട്. കയ്യൂക്കിന്റെ പണക്കൊഴുപ്പിന്റെ ബലത്തിൽ മനുഷ്യരെ ഇരകളാക്കുന്ന, അവരുടെ ജീവൻ കവരുന്ന, അവരുടെ സമ്പത്ത് കവരുന്ന, അവരെ നിത്യരോഗികളാക്കുന്ന ഒരുപാട് മനുഷ്യർ. ഇവിടെ നീതിയുടെ സ്വാഭാവികമായ തേട്ടം എന്ന നിലക്ക് നമ്മുടെ എല്ലാം മനസ്സിനകത്ത് ഉയർന്നു വരുന്ന ചോദ്യം, ഇവർക്ക് എവിടെ നിന്നാണ് ശിക്ഷ ലഭിക്കുക എന്ന ചോദ്യമാണ്. ക്രൂരകൃത്യങ്ങൾ, കൊടും ക്രൂരതകൾ ഇവിടെ ചെയ്തു കൂട്ടിയതിനു ശേഷം ഒരുവിധ വിചാരണയും നേരിടാതെ പണക്കൊഴുപ്പിന്റെ, തിണ്ണബലത്തിന്റെ, കയ്യൂക്കിന്റെ മിടുക്കിൽ ഈ ലോകത്തിൽ നിന്ന് വിചാരണ കോടതികളുടെ മുഴുവൻ കണ്ണുവെട്ടിച്ച് മരിച്ചു പോകുന്ന ആളുകൾ, ആ ആളുകൾക്ക്
കൃത്യമായ ശിക്ഷ എവിടെ നിന്നാണ് ലഭിക്കുക? 100 മനുഷ്യരെ കൊന്നയാളെ ഒരു തവണ നമുക്ക് തൂക്കിക്കൊല്ലാൻ കഴിയും. എന്നാൽ അയാൾ ചെയ്തതിന് തത്തുല്യമായ ശിക്ഷ ലഭിക്കുന്ന ഒരു ലോകം എവിടെയാണുള്ളത്? അയാൾക്ക് ശിക്ഷ ലഭിക്കണമെന്നത് നമ്മുടെ ആത്മാവിന്റെ കേവലമായ തേട്ടമാണ്, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പടച്ചതമ്പുരാൻ നീതിമാനാണെങ്കിൽ ആ നീതിയുടെ സമ്പൂർണമായ സാക്ഷാത്കാരം ഉണ്ടാകുമെന്നത് ഒരു വസ്തുത മാത്രമാണ്. അങ്ങനെയെങ്കിൽ എവിടെ വെച്ചാണ് ഈ തിന്മ ചെയ്തു കൂട്ടുന്ന മനുഷ്യർക്ക് അർഹമായ ശിക്ഷകൾ ലഭിക്കുക? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ദിനപത്രങ്ങളുടെ 1-ാം പേജ് കവർന്നെടുത്തൊരു വാർത്തയുണ്ട്. ആന്ധ്രാപ്രദേശിൽ ഒരു പൊട്ടക്കിണറ്റിലേക്ക് ഒരു പിതാവ് അയാളുടെ ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് മതിയാക്കാതെ ആ കിണറ്റിലേക്ക് അയാൾ ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ കിണറിന്റെ അടിത്തട്ടിൽ, വെള്ളമില്ലാത്ത കിണറിന്റെ അടിത്തട്ടിൽ ഉണ്ടായിരുന്ന ഒരു വിടവിലേക്ക് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ജീവനുള്ള കുഞ്ഞിനെ അയാൾ അമർത്തി വെച്ചു. എന്നിട്ട് അയാളുടെ സ്വന്തം കാലുകൾ കൊണ്ട് തന്റെ സ്വന്തം കുഞ്ഞിനെ അയാൾ ചവിട്ടി താഴ്ത്തി. ആ കുഞ്ഞ് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ് ആ പൊട്ടക്കിണറ്റിലെ ചെറിയ വിടവിനകത്തേക്ക് താഴ്ന്നുപോയി. അവിടെ ശ്വാസം മുട്ടി പിടഞ്ഞു മരിച്ചു. ഇവിടെ ആ കുഞ്ഞ് നിസ്സഹായനാണ്. പ്രതികരിക്കാൻ കഴിയാത്ത, പ്രതിരോധിക്കാൻ കഴിയാത്ത, തന്റെ പിതാവിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു പാവം പിഞ്ചു പൈതൽ. നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്ന ചോദ്യം, ആ പിതാവിനെ ശിക്ഷിക്കേണ്ടതല്ലേ? അയാളോട് ചോദിക്കേണ്ടതല്ലേ? അവിടെ ഒരു പ്രതിക്രിയയുണ്ടാകേണ്ടതല്ലേ? അയാൾക്ക് തത്തുല്യമായ ശിക്ഷ ലഭിക്കേണ്ടതല്ലേ? എവിടെ നിന്നാണ്? ഈ ലോകത്തെ ഏത് കോടതിക്കാണ് സ്വന്തം കുഞ്ഞിനെ, സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ ഒരു പൊട്ടക്കിണറ്റിനകത്തേക്ക് ചവിട്ടി താഴ്ത്തിയ ഒരു മനുഷ്യന്റെ ക്രൂരതയ്ക്ക് പകരം ശിക്ഷ നൽകാൻ നമ്മുടെ നാട്ടിലെ ഏത് കോടതിക്കാണ് കഴിയുക? ഇവിടെ നാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് സൂചനകൾ ലഭിക്കുകയാണ്. ഇതിനൊരു മറുവശമുണ്ട്. ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നിരതരാകുന്ന ആളുകൾ, ഇതുപോലെ മനുഷ്യർക്ക് ആവശ്യമായ ഒരുപാട് നന്മകൾ ചെയ്യുന്നവർ, അവർക്ക് ഈ ഭൂമിയിൽ നിന്ന് പലപ്പോഴും പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അവർക്ക് പലപ്പോഴും ഭൂമിയിൽ നിന്ന് പീഡനങ്ങളും താടനങ്ങളുമാണ് ലഭിക്കുന്നത്. ഈ ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ അവരുടെ കർമ്മങ്ങൾക്ക് തുല്യമായ പ്രതിഫലം ലഭിക്കണം എന്ന് നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ക്രൂരത ചെയ്യുന്നവർക്ക്, ദുഷ്ടത ചെയ്യുന്നവർക്ക്, തിന്മ ചെയ്യുന്നവർക്ക് മരണാനന്തര ജീവിതത്തിൽ അവരുടെ തിന്മകൾക്ക് തത്തുല്യമായ ശിക്ഷ ലഭിക്കണം എന്ന് നമ്മുടെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ചരിത്രത്തിൽ ഇടപെടാൻ കഴിയുന്ന, ചരിത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന, പ്രപഞ്ചത്തിന്റെ ആവാസ വ്യവസ്ഥയിൽ പോലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന മനുഷ്യൻ എന്ന സവിശേഷമായ അസ്തിത്വം കേവലം 60-70 വർഷങ്ങൾ മാത്രം ജീവിച്ച് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് അർത്ഥശൂന്യമാണ് എന്ന് നമ്മുടെ ആത്മാവ് നമ്മോട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ മതഗ്രന്ഥങ്ങൾ വീണ്ടും ഉത്തരവുമായി വരുന്നു. മനുഷ്യ, ഭയക്കേണ്ടതില്ല. നിന്റെ ആത്മാവിന്റെ തേട്ടങ്ങൾ സഫലമാകും. നീതിയുടെ സാക്ഷാത്കാരം ഉണ്ടാകും. നിന്റെ കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടാകും. നീ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. മരണം നിന്റെ ജീവിതത്തിന്റെ അന്ത്യമല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്കുള്ള യാത്ര മാത്രമാണ്. മരണാനന്തരം നീ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഏത് മതത്തിൽപ്പെട്ടവനായാലും, ഏത് ജാതിയിൽപ്പെട്ടവനായാലും, ഏത് രാജ്യക്കാരനായാലും ശരി, മരണാനന്തര ജീവിതത്തിനു വേണ്ടി ഈ ലോകം അവസാനിക്കുന്ന നാൾ പ്രപഞ്ചനാഥന്റെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ സന്നിധാനത്തിൽ നിങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങളുടെ കർമ്മങ്ങൾ കൃത്യമായി വിചാരണ ചെയ്യപ്പെടും. അങ്ങനെ വിചാരണ ചെയ്യപ്പെട്ട ശേഷം നിങ്ങളുടെ നന്മക്കും തിന്മക്കും അനുസൃതമായി നിങ്ങൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകും. നരകത്തിൽ ദുഷ്കർമ്മികൾ അവരുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട്, നരകയാതന അനുഭവിച്ചുകൊണ്ട് കാലാകാലവും കഴിയേണ്ടി വരും. അതേസമയം സൽക്കർമ്മികളായ ആളുകൾ സ്വർഗലോകത്തിൽ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ആനന്ദത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് മതഗ്രന്ഥങ്ങൾ പറയുന്നു. ഇതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ നമുക്ക് പിടികിട്ടുകയാണ്. നാം വന്നത് പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന്, നാം പോകുന്നത് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് തന്നെ. വന്നത് എവിടെ നിന്നാണോ അവിടേക്ക് തന്നെ മടങ്ങാനുള്ളവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ മരണത്തോടുകൂടി ഈ ലോക ജീവിതത്തിന് തിരശീല വീഴുമെങ്കിലും ഇഹലോക ജീവിതത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തിലെ ശാശ്വതമായ സൗഭാഗ്യങ്ങൾ ആസ്വദിക്കുവാനാണ് സൽക്കർമ്മികളായ മനുഷ്യർ പോകുന്നത് എന്ന വാഗ്ദാനം നൽകി മനുഷ്യരോട് മതഗ്രന്ഥങ്ങൾ പറയുന്നത്, മനുഷ്യരെ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാകണമെന്നാണ്. ഇവിടെ ഈ പരിപാടിയുടെ തലക്കെട്ടായി നാം തെരഞ്ഞെടുത്തത് അമൃതം ഗമയ എന്നാണ്. അമൃതം ഗമയ എന്ന വാക്ക് നമ്മളിൽ പലർക്കും കേട്ടു പരിചയമുള്ളൊരു പദമാണ്. ഭാരതീയ ശാന്തി മന്ത്രങ്ങളിൽ, ഇവിടെയുള്ള യജ്ഞങ്ങളിൽ, യാഗങ്ങളിൽ
പല രീതിയിലുള്ള ചടങ്ങുകളിൽ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടു വരുന്ന ഒരു വാക്ക്. ബൃഹദാരണ്യകോപനിഷത്തുമായി ബന്ധപ്പെടുത്തി പലപ്പോഴും വ്യവഹരിക്കപ്പെട്ടു പോന്നിട്ടുള്ള ഭാരതീയ ഋഷിമാരുടെയും സന്യാസി വര്യന്മാരുടെയും ചുണ്ടുകളിൽ തത്തിക്കളിച്ചിട്ടുള്ള വാക്ക് നമുക്കെല്ലാം അറിയാം. ഓം അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതം ഗമയ എന്ന 3 വരികൾ ഒരുപക്ഷെ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനങ്ങളിൽ മുഴുവൻ ആവർത്തിച്ച് ഉദ്ധരിക്കപ്പെടുന്ന 3 വചനങ്ങളാണ്. ഈ വചനങ്ങൾ ഒരു പ്രാർത്ഥനയാണ് എന്ന് നമുക്കറിയാം. ഭാരതീയ ഋഷിമാർ പ്രപഞ്ച സൃഷ്ടാവിനോട്, പ്രപഞ്ചനാഥനോട് നടത്തിയ പ്രാർത്ഥന. ഋഷിമാർ പ്രാർത്ഥിച്ചത് അസതോമ സദ്ഗമയ, അസത്യം പോയി സത്യം വരട്ടെ എന്നാണ്. അവർ അതോടൊപ്പം പ്രാർത്ഥിച്ചു തമസോമ ജ്യോതിർഗമയ, ഇരുട്ടുപോയി തമസ് പോയി പ്രകാശം വരട്ടെ എന്ന്. അത് പ്രാർത്ഥിച്ചത് അതേ ശ്വാസത്തിൽ ഋഷിമാർ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു പ്രപഞ്ചദാത, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവേ, ഞങ്ങൾക്ക് മൃത്യോർമ അമൃതം ഗമയ, മരണം പോയി നിത്യജീവൻ കൈവരണം, മരണം പോയി അമരത്വം കൈവരണം, നിത്യരക്ഷയുണ്ടാകണം, നിത്യജീവൻ ഉണ്ടാകണം. മരണത്തോടുകൂടി ഞങ്ങളുടെ ജീവിതം അവസാനിക്കരുത്. ആ ജീവിതത്തിന് ശേഷം നീ ഒരുക്കി വെച്ചിട്ടുള്ള അനശ്വരമായ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകാൻ ഞങ്ങൾക്ക് കഴിയണമെന്ന് ഭാരതീയ ഋഷിമാർ പ്രപഞ്ച സൃഷ്ടാവിനോട് മനംനൊന്ന് പ്രാർത്ഥിച്ചു. ഇത് മനുഷ്യാത്മാവിന്റെ തേട്ടമാണ്. വന്നേടത്തേക്ക് മടങ്ങാനുള്ള ആഗ്രഹം. നമ്മെ ഈ ലോകത്തേക്ക് പടച്ചുവിട്ട പ്രപഞ്ചനാഥൻ നമുക്കനുവദിച്ച ആയുസ് തീർന്ന് ആ പ്രപഞ്ച സൃഷ്ടാവിന്റെ സവിധത്തിലേക്ക് സന്തോഷത്തോടുകൂടി മരണമെന്ന വാതിലിലൂടെ പ്രവേശിച്ച് പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാകാനുള്ള മനുഷ്യാത്മാവിന്റെ തേട്ടമാണ്, ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയിൽ നമുക്ക് നിയലിച്ച് കാണാൻ കഴിയുന്നത്. ഇവിടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്ന മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധമാകേണ്ടതുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാത്ത മതഗ്രന്ഥങ്ങൾ ഇല്ല എന്നതാണ് സത്യം. ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ വചനത്തിൽ നരകത്തെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മരണാനന്തര ജീവിതത്തിൽ പാപികൾക്കായി ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ള നരകത്തെക്കുറിച്ച് അസൂര്യ നാമതേ ലോകേ അന്തേന തമസാവ്രതാഹ താംസ്തേ പ്രേത്യാഭിഗച്ഛന്തിയേ കേചാത്മഹനോ ജനഃ. വിഷയാസക്തരായി ആത്മഘാതികളായി ഈശ്വരനെ സ്മരിക്കാതെ തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന പാപികളായ ആളുകൾ, അവർ മരണാനന്തര ജീവിതത്തിൽ പ്രവേശിക്കാൻ പോകുന്നത് സൂര്യനില്ലാത്ത അന്ധകാര നിബിഡമായ ദുഃഖഭൂയിഷ്ടമായ നരകലോകത്തിലേക്കാണ് എന്ന് ഈശാവാസ്യോപനിഷത്ത് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. നരകത്തെക്കുറിച്ച് മാത്രമല്ല ഉപനിഷത്തുക്കൾ സംസാരിച്ചിട്ടുള്ളത്. കഠോപനിഷത്തിന്റെ പ്രമേയം തന്നെ യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതമാണ്. കഠോപനിഷത്തിന് പരിചയമുള്ളവർക്കറിയാം, മരണത്തിന്റെ ഉത്തരവാദിത്തമുള്ളയാളായി ഹിന്ദു പുരാണങ്ങൾ പരിചയപ്പെടുത്തുന്ന യമനുമായി നചികേതസ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നടത്തുന്ന സംഭാഷണമാണ് യഥാർത്ഥത്തിൽ കഠോപനിഷത്തിന്റെ പ്രമേയം. ആ കഠോപനിഷത്ത് സ്വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗത്തെക്കുറിച്ച് കഠോപനിഷത്തിലെ പ്രഥമാധ്യായത്തിലെ പ്രഥമവല്ലിയിലെ 12ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, സ്വർഗേ ലോകേ നഭയം കിഞ്ചനാസ്തി ന തത്രത്വം നജരയാ ബിഭേദി ഉഭേ തീർത്വാശനായ പിപാസേ ശോകാദികോ മോദതേ സ്വർഗലോകേ. സ്വർഗലോകത്ത് ഭയമില്ല, ജരാനരകളില്ല, പട്ടിണിയില്ല, ദാഹമില്ല, അവിടെ വിശപ്പില്ല, ദുഃഖമില്ല, ഇതൊന്നുമില്ലാത്ത ആനന്ദങ്ങളും സൗഭാഗ്യങ്ങളുമുള്ള പടച്ചതമ്പുരാന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നിറയുന്ന ഒരു സ്വർഗലോകം കടന്നു വരാനുണ്ട് എന്ന ആശയം കഠോപനിഷത്തിൽ നമുക്ക് വളരെ കൃത്യമായി കണ്ടെത്താൻ കഴിയുന്നു. ഇവിടെയുള്ള സാധാരണക്കാരായ ഹിന്ദുമത വിശ്വാസികളിൽ പലപ്പോഴും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രം പുനർജന്മത്തിന്റെ ചിത്രമാണ് എന്ന് നമുക്കറിയാം. ഈ ഭൂമിയിലേക്ക് തന്നെ മനുഷ്യർ ചാക്രിക പുനർജന്മത്തിലൂടെ വ്യത്യസ്ത തരം ജന്മങ്ങൾ സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് തന്നെ മടങ്ങി വരുന്നു എന്ന സങ്കല്പം. എന്നാൽ ഈ സങ്കല്പത്തിനപ്പുറത്ത് മരണാനന്തരം കടന്നു വരാനുള്ള നിത്യസ്വർഗത്തെയും നിത്യ നരകത്തെയും സംബന്ധിച്ച ആശയങ്ങൾ ഭാരതത്തിൽ നിലനിന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന, വളരെ കൃത്യമായി സൂചിപ്പിക്കുന്ന വാചകങ്ങൾ ഉപനിഷത്തുക്കളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നതാണ് സത്യം. യേശുക്രിസ്തു മനോഹരമായ ഉപമകളിലൂടെയാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് സംസാരിച്ചത്. മത്തായിയുടെ
മാർക്കോസിന്റെ സുവിശേഷത്തിലെ 9-ാം അധ്യായത്തിലെ 43 മുതൽ 50 വരെയുള്ള വചനങ്ങളിൽ യേശുക്രിസ്തു സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, നരകത്തെക്കുറിച്ച് സംസാരിക്കുന്നതായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, നീ പാപം ചെയ്യാൻ നിന്റെ കൈ കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കൈ വെട്ടിമാറ്റി ദൂരെ കളയുക. കാരണം 2 കൈയുള്ളവനായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒറ്റ കൈയുള്ളവനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നീ പാപം ചെയ്യാൻ നിന്റെ കാൽ കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കാൽ വെട്ടിമാറ്റി നീ ദൂരെ കളയുക. കാരണം 2 കാലുള്ളവനായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് മുടന്തനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. നീ പാപം ചെയ്യാൻ നിന്റെ കണ്ണ് കാരണക്കാരനാകുന്നുവെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് നീ ദൂരെ കളയുക. കാരണം 2 കണ്ണുള്ളവനായി നരകത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യരെ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഭയാനകതയും മഹത്വവും ഒരുപോലെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ, ഈ ലോകത്തിൽ നിന്റെ സുഖസൗകര്യങ്ങൾ വിട്ടെറിഞ്ഞുകൊണ്ടാണെങ്കിലും നിന്റെ ജീവിതം എളുപ്പമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടാണെങ്കിലും മരണാനന്തരമുള്ള നിത്യരക്ഷയ്ക്ക് വേണ്ടി നീ പരിശ്രമിക്കണമെന്ന സന്ദേശം യേശുക്രിസ്തു നൽകുന്നു. നരകത്തെക്കുറിച്ച് ക്രിസ്തു യേശു പറഞ്ഞതായി മത്തായിയുടെ സുവിശേഷത്തിൽ കാണാം. മത്തായിയുടെ സ്വർഗത്തെക്കുറിച്ച് യേശുക്രിസ്തു സംസാരിക്കുന്നതായി മത്തായിയുടെ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ ക്രിസ്തു യേശു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, ഭൂമിയിൽ നിനക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കരുത്. കാരണം ആ നിക്ഷേപങ്ങൾ കീടങ്ങൾ തിന്നു നശിപ്പിക്കും, കള്ളന്മാർ കുത്തിത്തുറന്നു കൊണ്ടുപോകും. അതുകൊണ്ട് നീ സ്വർഗത്തിലേക്ക് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. കാരണം സ്വർഗത്തിലേക്ക് വേണ്ടി നിക്ഷേപങ്ങൾ കരുതി വെച്ചാൽ അവയെ കീടങ്ങൾ കുത്തിത്തുറന്ന് നശിപ്പിക്കുകയില്ല, കള്ളന്മാർ അത് എടുത്തുകൊണ്ടു പോവുകയില്ല. നിന്റെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. അതുകൊണ്ട് നീ പണിയെടുക്കേണ്ടത് നശ്വരമായ ഇഹലോക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയല്ല. ഈ ലോകത്തെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നീ എത്ര അധ്വാനിച്ചാലും ആ സൗഭാഗ്യങ്ങൾ നശ്വരമാണ്, അവ നശിച്ചു പോകും, പല രീതിയിൽ അവ നിന്നിൽ നിന്ന് അപ്രത്യക്ഷമാകും. എന്നാൽ സ്വർഗലോകത്തെ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി നീ അധ്വാനിച്ചാൽ അവ അനശ്വരമാണ്, കാലാകാലവും നിനക്ക് ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് അനശ്വരമായ സ്വർഗീയ സൗഭാഗ്യങ്ങളെ ഉപേക്ഷിച്ച് ഇഹലോക സുഖ സൗകര്യങ്ങളുടെ പിറകിൽ നീ പോകരുത് എന്ന സന്ദേശം ക്രിസ്തു യേശു വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലി ഇമ്രാനിലെ 185-ാമത്തെ വചനത്തിൽ ഈ ആശയം നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, കുല്ലു നഫ്സുൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവും മരണം രുചിക്കുക തന്നെ ചെയ്യും. എല്ലാവരും മരിക്കും. എത്ര വലിയവനായാലും, പ്രധാനമന്ത്രിയായാലും, രാഷ്ട്രപതിയായാലും, എത്ര വലിയ പണക്കാരനായാലും, ഏതൊക്കെ രംഗങ്ങൾ അടക്കി വാഴുന്നവനായാലും ഒരു നാൾ മരണമെന്ന പടച്ചതമ്പുരാന്റെ അലംഘനീയമായ വിധിക്ക് മുമ്പിൽ അയാൾ കീഴടങ്ങുക തന്നെ ചെയ്യും. പക്ഷേ മരണത്തോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെടുന്നത് മരണാനന്തര ജീവിതത്തിൽ മാത്രമാണ്. ആ മരണാനന്തര ജീവിതത്തിൽ അവിടെ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് അവനാണ് വിജയിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് നശ്വരമായ നിങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു വിഭവം മാത്രമാണ്. അതുകൊണ്ട് ഈ ലോകത്തെ ജീവിതത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വിഭവങ്ങളിൽ മയങ്ങിപ്പോയി പരലോകത്തെ വിസ്മരിച്ച് നിത്യനഷ്ടക്കാരിൽ പെടരുത് എന്ന സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നത്. ഇവിടെ പക്ഷേ സ്വാഭാവികമായി വരുന്ന സംശയങ്ങളുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ, ആ ജീവിതത്തിൽ രക്ഷാശിക്ഷകളുണ്ട് എന്ന് പറയുമ്പോൾ, അവിടെ നന്മ തിന്മകൾ വിലയിരുത്തപ്പെടും എന്ന് പറയുമ്പോൾ അത് അന്ധവിശ്വാസമായി അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. മരണാനന്തരം ജീവിതമുണ്ട് എന്ന് പറയുന്നത് കേവലമായൊരു കെട്ടുകഥയായി ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ മരണാനന്തര ജീവിതം ഒരു കെട്ടുകഥയാണ് എന്ന് പറയുന്നവരോട് മതഗ്രന്ഥങ്ങൾ മുഴുവൻ പറയുന്നത് നിങ്ങൾ സ്രഷ്ടാവിനെ കുറിച്ച് ആലോചിക്കണമെന്നാണ്. ആരാണ് പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ്? ഇക്കണ്ട ഗാലക്സികളെ മുഴുവൻ സൃഷ്ടിച്ചവൻ, നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചവൻ, സൗരയൂഥങ്ങളെ സൃഷ്ടിച്ചവൻ, മനുഷ്യരെ സൃഷ്ടിച്ചവൻ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, മഴ പെയ്യിക്കുന്നവൻ, ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും സൃഷ്ടിച്ച് സംവിധാനിക്കുന്നവൻ. ആ സ്രഷ്ടാവിന്
ആ സ്രഷ്ടാവിന്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിന്റെ മഹാനായ നാഥന് മരണത്തിന് ശേഷം നിങ്ങളുടെ ആത്മാവ് ശരീരത്തെ പുനർജനിപ്പിച്ചുകൊണ്ട് അതിലേക്ക് തിരിച്ച് സന്നിവേശിപ്പിക്കുക എന്നത് പ്രയാസകരമാകുമോ എന്ന ചോദ്യമാണ് മതഗ്രന്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 75-ാമത്തെ അധ്യായം സൂറത്തുൽ ഖിയാമയിൽ ശ്രദ്ധേയമായ ഒരു വസ്തുത മാനവരാശിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. ഖുർആനിലെ 75-ാം അധ്യായമായ സൂറത്തുൽ ഖിയാമയിലെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അവസാനത്തെ നാൾ തന്നെയാണ് സത്യം, ലോകം നശിക്കുന്ന ദിവസം തന്നെയാണ് സത്യം. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, മനുഷ്യന്റെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആത്മാവ് തന്നെയാണ് സത്യം. അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മാ ഇളാമ, മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ മരണത്തിന് ശേഷം അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടി അവന് വീണ്ടും ശരീരം നൽകി, ആ ശരീരത്തിന് ആത്മാവിനെ നൽകി മരണാനന്തരം അവന് ഒരു പുനർജന്മം ഞാൻ നൽകുകയില്ല എന്ന്, പ്രപഞ്ച സൃഷ്ടാവ് നൽകുകയില്ല എന്ന് മനുഷ്യർ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ അവൻ അറിയണം, ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അവന്റെ വിരൽ തലപ്പുകൾ പോലും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഖുർആൻ നടത്തുന്ന വല്ലാത്തൊരു പരാമർശമാണത്. എന്താണ് നമ്മുടെ വിരൽ തുമ്പിന്റെ പ്രത്യേകത? എന്റെ വിരൽ തുമ്പിലുള്ള വളരെ സൂക്ഷ്മമായ വരകൾ നമുക്കെല്ലാം അറിയാം, എന്റേതുപോലെ അല്ല നിങ്ങളുടേതാരുടേതും. എന്റെ വിരൽ തലപ്പുകൊണ്ട് ഞാൻ ഒരു മഷിയിൽ മുക്കി ആ മഷിയും ഒരു കടലാസിൽ പകർത്തിയാൽ കിട്ടുന്ന ഫിംഗർ പ്രിന്റ് അല്ല നിങ്ങളുടെ ആരുടെയും ഫിംഗർ പ്രിന്റ്. ലോകത്ത് ഉള്ള 600 കോടിയിലധികം വരുന്ന മനുഷ്യരിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിരൽ തുമ്പുകളാണുള്ളത്. ലോകത്ത് കഴിഞ്ഞുപോയ മനുഷ്യരിൽ ആരുടെയും വിരൽ തുമ്പ് നമുക്ക് നൽകപ്പെട്ടിട്ടില്ല. ലോകത്തിന് വരാനിരിക്കുന്ന ഒരു മനുഷ്യന്റെയും വിരൽ തുമ്പ് നമ്മൾക്ക് പടച്ച തമ്പുരാൻ നൽകിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഇത് പറഞ്ഞുകൊണ്ട് പറയുന്നു, ആലോചിച്ചു നോക്ക്, ലോകത്ത് ജനിക്കുന്ന ശതകോടിക്കണക്കിന് മനുഷ്യരിൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ വിരൽ തലപ്പുകൾ നൽകാൻ കഴിഞ്ഞു പ്രപഞ്ചനാഥന്. ആ വിരൽ തലപ്പുകൾ നൽകിയത് വലിയൊരു സർഫസ് ഏരിയയിലല്ല, വളരെ ചെറിയ, തീരെ ചെറിയൊരു സർഫസ് ഏരിയയിൽ വളരെ സൂക്ഷ്മമായ വരകൾ ഉപയോഗിച്ച് തീർത്തും വ്യത്യസ്തമായ ചിത്രങ്ങൾ പ്രപഞ്ചനാഥൻ വരച്ചു വെച്ചിരിക്കുന്നു. ലോകത്തിലെ ഓരോ മനുഷ്യനും മറ്റൊരാൾക്കില്ലാത്ത തനതായ മൗലികമായ വിരൽ തലപ്പുകൾ പടച്ചതമ്പുരാൻ സമ്മാനിച്ചിരിക്കുന്നു. അത് പറഞ്ഞ ശേഷം പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, അത് ചെയ്ത പ്രപഞ്ച സൃഷ്ടാവിന്, ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും വ്യത്യസ്തങ്ങളായ വിരൽ തലപ്പുകൾ സമ്മാനിച്ച പ്രപഞ്ചനാഥന് പറയൂ, മരണാനന്തരം നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ, നിങ്ങളുടെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടാൻ, നിങ്ങൾക്ക് ജീവൻ തിരികെ നൽകാൻ വല്ല പ്രയാസവുമുണ്ടോ എന്ന ചോദ്യമാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യന് മുന്നിൽ സമർപ്പിക്കുന്നത്. ആ ചോദ്യത്തിന് നമ്മുടെ എല്ലാം മനസ്സുത്തരം പറയും, ഇല്ല, യാതൊരു പ്രയാസവുമില്ല എന്ന്. അതുകൊണ്ട് മതഗ്രന്ഥങ്ങളെല്ലാം പറയുന്നു, മനുഷ്യ, നിനക്കൊരു തുടക്കമുള്ളതുപോലെ ഒരു തുടർച്ചയുണ്ട്. നിന്റെ തുടക്കം പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നാണ്, നിന്റെ തുടർച്ച പ്രപഞ്ച സൃഷ്ടാവിലേക്ക് തന്നെയാണ്. ഈ ലോക ജീവിതത്തിൽ നീ നന്മകൾ ചെയ്ത് ജീവിച്ചാൽ മരണാനന്തരം നിനക്ക് പ്രപഞ്ച സൃഷ്ടാവിന്റെ നിത്യരക്ഷയുടെ ഗേഹമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. എന്നാൽ ഈ ലോക ജീവിതത്തിൽ നീ തിന്മകളാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മരണാനന്തരം പടച്ച തമ്പുരാന്റെ താപ കോപ ശാപങ്ങളുടെ സംഗമസ്ഥാനമായ നരകത്തിൽ കിടന്ന് നീ വെന്തെരിയേണ്ടി വരും എന്ന് മതഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യരോട് പറയുന്നു. ഇവിടെ വെച്ച് മനുഷ്യാസ്തിത്വത്തിന് അർത്ഥമുണ്ടാവുകയാണ്. നമ്മുടെ തേട്ടങ്ങൾക്ക്, ആത്മാവിന്റെ ദാഹത്തിന്, ആത്മാവിന്റെ വിശപ്പിന് ഉത്തരമുണ്ടാവുകയാണ്. നമുക്ക് സമാധാനം ലഭിക്കുകയാണ്. നാം എവിടെ നിന്നാണ് വന്നത് എന്നും നാം എങ്ങോട്ടാണ് പോകുന്നത് എന്നും കൃത്യമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. പക്ഷേ വലിയൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. പ്രപഞ്ച സൃഷ്ടാവാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിക്കപ്പെട്ടത് പ്രത്യേകമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യം മരണാനന്തര ജീവിതത്തിലാണ്. അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്. അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എങ്കിൽ സ്വർഗപ്രവേശനത്തിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഈ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത്? എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത്? എന്തൊക്കെ കർമ്മങ്ങളാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടത്? എന്തൊക്കെ തിന്മകളിൽ നിന്നാണ് ഞാൻ ഒഴിഞ്ഞു നിൽക്കേണ്ടത്? എന്തൊക്കെ നന്മകളാണ് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടത്? എങ്ങനെ ജീവിച്ചാലാണ് പ്രപഞ്ചാതീതനായ പ്രപഞ്ച സൃഷ്ടാവ് അവന്റെ കാരുണ്യത്തിന്റെ പൂർത്തീകരണമായ സ്വർഗലോകത്തിൽ എന്നെ പ്രവേശിപ്പിക്കുക, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ കടന്നു വന്നത്. ആ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വഇം മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു പ്രവാചകൻ കടന്നു പോകാത്ത, ഒരു താക്കീതുകാരൻ കടന്നു വരാത്ത ഒരു സമുദായവും
ലോകത്തുണ്ടായിട്ടില്ല. ചരിത്രത്തിന്റെ ഏതൊക്കെ സന്ദർഭങ്ങളിൽ മനുഷ്യർ നാഗരികതകളായി, സമൂഹങ്ങളായി, ജനപദങ്ങളായി, രാഷ്ട്രങ്ങളായി, ദേശങ്ങളായി ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടോ അവരിലേക്ക് മുഴുവൻ സ്രഷ്ടാവിന്റെ സന്ദേശവുമായി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാർ മനുഷ്യരോട് പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. മനുഷ്യരെ മരണാനന്തരമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഇതാ ഞങ്ങളുടെ കയ്യിൽ പ്രപഞ്ചനാഥൻ ഒരു മൂല്യക്രമം തന്നയച്ചിരിക്കുന്നു. ആ മൂല്യക്രമം നിങ്ങൾ മുറുകെ പിടിച്ചാൽ, ആ മൂല്യക്രമം സ്വന്തം ജീവിതത്തിൽ ഏറ്റെടുത്താൽ, ആ മൂല്യക്രമം